അത്താഴത്തിന് ശേഷം നോമ്പ് അല്ല അത്താഴത്തിന് ശേഷമാണല്ലോ നമ്മള് നോമ്പ് തുറക്കുമ്പോഴാണല്ലോ പിന്നെ ഫുഡ് കഴിക്കാം. അത്താഴം തന്നെ രാവിലത്തെ ഫുഡിനാണ് അത്താഴം. അല്ല ബ്രോ, എന്താ പരിപാടി? ഒറ്റക്ക് എന്നിട്ട് കട്ട് ചെയ്യാണല്ലോ മുണ്ടാതെ. നമ്മള് നോമ്പ് നോക്കണ എന്തിനാണ്? നോമ്പ് നോക്കണ എന്തിനാണ് ഈ പറയാ? കൊറേ ഫുഡ് കഴിച്ചിട്ട് ശരീരം കേടെടുത്താലല്ല. അതെ, ഒരു മാസം എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല പരിപാടിയാണല്ലോ. നമ്മളെ ചെറുക്കനെ ബാൽക്കണിയിൽ വന്നിട്ട് കഴിക്കുന്നതാണ് സംഭവം. ഇതാണ് ഇപ്പൊ സെറ്റ് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് താല്പര്യം. അല്ലാതെ ഈ രാത്രി ചോറ് കറി എങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുകൊണ്ട് കാര്യമില്ല കേട്ടോ. എന്ന് പറഞ്ഞോളൂ. നമ്മള് രാവിലെ അത്താഴത്തിന് ശേഷം നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്നതിന് ശേഷമുള്ളൊരു ഐറ്റാണ്. അത്താഴത്തിന് ശേഷം നോമ്പ് അല്ല അത്താഴത്തിന് ശേഷമാണല്ലോ നമ്മള് നോമ്പ് തുറക്കുമ്പോഴാണല്ലോ പിന്നെ ഫുഡ് കഴിക്കാം. അത്താഴം തന്നെ രാവിലത്തെ ഫുഡിനാണ് അത്താഴം. ഉൾട്ടാ ഇരുന്ന് പറയേണ്ട ആള്. ഇപ്പൊ സമയം എത്രയായി അറിയോ? സമയം ഇവിടെ 10 മണി കഴിഞ്ഞു. ദുബായില് ടൈം 10:30 അപ്പൊ നോമ്പ് തുറന്നപ്പോ ഞങ്ങള് എന്താ കഴിച്ചു വെച്ച് കഴിഞ്ഞാല് ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ ബിരിയാണി. അത് കഴിച്ചിട്ട് നല്ലൊരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഒരു 10 മണിയാകുമ്പോ നമ്മള് കഴിക്കുന്ന ഫുഡ് ഇതാണ്. അതായത് ഇതില് ഉള്ളിണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, തക്കാളി ഉണ്ട്, ഒരു ലെമണും കുറച്ച് ഉപ്പും, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതാണ് കഴിക്കണത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇതാണ് കഴിക്കണത് കേട്ടോ. ഇനി ഞങ്ങള് എന്താണ് അത്താഴത്തിന് കഴിക്കണ ഭക്ഷണം എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരുന്ന അടുത്ത വീഡിയോയിൽ. ഓക്കെ, അതാണ് ഞങ്ങളെ ഫുഡ്.